ഹലോ, ഇന്ന് തുണിസഞ്ചി വെച്ചിട്ടുള്ള ഒരു അടിപൊളി ക്രാഫ്റ്റാണ് ഞാൻ കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂട്ടോ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. തുണിസഞ്ചി വെച്ചിട്ടുള്ള ഒരു അടിപൊളി ക്രാഫ്റ്റ് ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാനിവിടെ കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായിട്ടൊന്ന് പോയി കാണണേ. അപ്പോൾ ഞാനിതാ ഈ തുണിസഞ്ചീൻ്റെ മുകൾ ഭാഗം ഒന്ന് മുറിച്ച് മാറ്റുന്നുണ്ട്. ഈ ഒരു ഭാഗം നമുക്ക് എടുത്തു വെക്കാം, വേറെ എന്തെങ്കിലും ക്രാഫ്റ്റൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ, കളയണ്ട. അപ്പോൾ ഞാനതങ്ങനെ മുറിച്ച് മാറ്റിയിട്ട് നമുക്ക് ഇതിൽ നിന്നൊരു കഷ്ണം അങ്ങനെ വെട്ടിയെടുക്കണം. അപ്പോൾ അതിനാണ് ഇത് മുറിച്ചെടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഏത് കളർ തുണിസഞ്ചിയാണ് ഉള്ളത് വെച്ചാലും എടുക്കാവുന്നതാണ്. ഇന്ന കളർ വേണമെന്നൊന്നുമില്ല കേട്ടോ. അപ്പോൾ വേസ്റ്റ് മെറ്റീരിയൽസ് വെച്ചിട്ട് ഞാൻ ഒരുപാട് ക്രാഫ്റ്റുകൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെൻ്റെ ചാനൽ അതൊക്കെ പോയിട്ടൊന്ന് കാണണം കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൽ നിന്നൊരു കഷ്ണം അങ്ങനെ മുറിച്ചെടുക്കുന്നുണ്ട്. അതിന് ശേഷം അതിൻ്റെ പൊന്തി നിൽക്കുന്നതും ചുളിഞ്ഞ് നിൽക്കുന്ന ഭാഗങ്ങളൊക്കെ ഒന്ന് മുറിച്ച് മാറ്റിയിട്ട് ഒന്ന് കറക്റ്റ് ലെവലാക്കി എടുക്കുന്നുണ്ട്. കണ്ടില്ലേ, ഞാൻ എടുത്ത ഈ ഒരു അളവിലുണ്ടോ നമുക്ക് ഇത് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇനി ഫെവി ബോണ്ട് എടുത്തിട്ടാണ് ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഫെവി ബോണ്ട് എടുത്തതിന് ശേഷം ഈ എടുത്ത ഒരു കഷ്ണത്തിൻ്റെ ആ ഒരു ഭാഗത്തായിട്ട് ഇങ്ങനെ ഒന്ന് തേച്ച് കൊടുക്കണം. ഇനി അടുത്ത ഭാഗം അങ്ങ് പിടിച്ചിട്ട് ആ ഒരു പശ തേച്ച ഭാഗത്തേക്കൊന്ന് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. കറക്റ്റ് അളവാക്കിയിട്ട് പിടിച്ചിട്ട് വേണം നമ്മളിതൊന്ന് ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. രണ്ട് സൈഡും ഒരേപോലെ ആയിട്ട് ഇരിക്കണം കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അതങ്ങോട്ടില്ല, ഈ ഒരു അളവിലാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കത്രിക എടുത്തതിന് ശേഷം ഇതിൻ്റെ ആ ഒരു ഒട്ടിക്കാത്ത ഭാഗമല്ലേ, ആ ഭാഗത്തു നിന്ന് ഇങ്ങനെ ഒരു 1/4 ഭാഗത്തോളം താഴത്തോട്ട് ഇങ്ങനെ മുറിച്ചെടുക്കണം. ഈ ഒരു അളവിലാണ് കേട്ടോ ചെയ്തെടുക്കേണ്ടത്. ഇനി നമുക്ക് മുഴുവനായിട്ട് ഇതുപോലെ തന്നെ അങ്ങ് മുറിച്ചെടുക്കാം. ഒരു ചെറിയ കത്രിക വെച്ചിട്ട് വെട്ടിയെടുക്കുമ്പോഴാട്ടോ കുറച്ചും കൂടെ നമുക്ക് നന്നായിട്ട് വെട്ടിയെടുക്കാൻ വേണ്ടി പറ്റിയ കുഞ്ഞു കുഞ്ഞു ഇതൾ പോലെ അങ്ങ് വേണം നമുക്ക് വെട്ടിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതങ്ങനെ മുഴുവനായിട്ടൊന്ന് വെട്ടിയെടുത്തിട്ടുണ്ട് ഞാൻ. ഇനി നമുക്കൊരു ഈർക്കിളിയാണ് ആവശ്യമായിട്ടുള്ളത്. ഈ ഈർക്കിളിയിൽ ഞാൻ കുറച്ച് ഫെവി ബോണ്ട് അപ്ലൈ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒരു പകുതി ഭാഗത്തോളം അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈർക്കിളിലോട്ട് നന്നായിട്ടൊന്ന് ചുറ്റിയെടുക്കണം. അപ്പോൾ നന്നായിട്ട് മുറുക്കി ടൈറ്റാക്കി പിടിച്ചിട്ട് വേണം അതൊന്ന് ചുറ്റിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ മുകളിൽ നിന്നും താഴത്തോട്ട് എന്നുള്ള രീതിയിൽ വേണം നമ്മളിങ്ങനെ ചുറ്റി താഴത്തോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. ചുറ്റുന്നതിനിടയിൽ ആ ഒരു ഇതളുകളൊക്കെ ഇതിൻ്റെ ഇടയിൽ പെട്ട് പോവാണ്ട് ശ്രദ്ധിക്കണം. നന്നായിട്ടൊന്ന് വിടർത്തി എടുത്തിട്ട് വേണം അത് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഒരു നൂലുണ്ട എടുത്തതിന് ശേഷം ഈ ഒരു അടിഭാഗം ഒന്ന് നന്നായിട്ട് മുറുക്കി കെട്ടി കൊടുക്കാം. പശ തേച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് അടിഭാഗം ഒന്ന് ഒട്ടിച്ചെടുക്കാവുന്നതാണ്. പക്ഷേ അതിനേക്കാളും കുറച്ചും കൂടെ നല്ലത് ഈ ഒരു നൂലുണ്ട വെച്ചിട്ട് ഇങ്ങനെ കെട്ടിയെടുക്കുന്നതാണ്. ഇനി നമുക്കിതിൻ്റെ തണ്ടൊന്ന് സെറ്റാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഗ്രീൻ ടേപ്പാട്ടോ എടുക്കുന്നത്. അപ്പോൾ അതുണ്ടല്ലേ, ഈ ഒരു ഇതളുകളൊക്കെ ഇങ്ങനെ ഒന്ന് പൊന്തിച്ചിങ്ങനെ കൊടുക്കണം കേട്ടോ. ഗ്രീൻ ടേപ്പിന് പകരം നമ്മുടെ കയ്യിൽ പച്ച പ്ലാസ്റ്റിക് കവർ ഉണ്ടെങ്കിൽ അതെടുത്താലും മതിയാവും. അല്ലെങ്കിൽ നമുക്ക് പച്ച കളർ A4 ഉണ്ടെങ്കിൽ അതെടുത്താലും മതിയാവും കേട്ടോ. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഗ്രീൻ ടേപ്പ് ഉള്ളതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് പശ അതിൽ അപ്ലൈ ചെയ്തതിന് ശേഷം ഈ ഒരു നൂല് ചുറ്റിയിട്ടില്ലേ, ആ ഭാഗം മുതൽ ഒന്ന് താഴത്തോട്ടൊന്ന് നന്നായിട്ടൊന്ന് ചുറ്റിയെടുക്കാം. എന്നിട്ട് താഴെ എത്തുമ്പോൾ കുറച്ചും കൂടെ ഒന്ന് പശ അപ്ലൈ ചെയ്തതിന് ശേഷം ഒന്ന് നന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കുക. എന്നിട്ട് കത്രിക വെച്ചിട്ട് മുറിച്ചെടുക്കാം. അപ്പോൾ അതാ നമ്മൾ ഉണ്ടാക്കിയത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ മഞ്ഞ തുണിസഞ്ചി വെച്ചിട്ടും ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായിട്ടും ലൈക്ക് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് കാണാം.